ക്വസ്റ്റ്യൻ, യൂദായുടെ ലേഖനം 5-ാം വാക്യം വിശദീകരിക്കാമോ? അത് ഞാൻ 5-ാം വാക്യം വായിക്കാം. ജൂഡ് 5. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. സോ ഇവിടെ വിശദീകരിക്കാന്ന് പറഞ്ഞാൽ, ജനത്തെ, ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് വിളിച്ചു തിരിച്ച് വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവരിക. സോ ജനം കർത്താവിൻ്റെ അതിലുണ്ടല്ലോ 12 പേരെ കനാനിൽ അയച്ചു. 12-ൽ 10 പേരെന്തോ പറഞ്ഞേ, ഞങ്ങൾക്ക് അതൊക്കത്തില്ല, ആ കനാൻ നമുക്ക് പിടിച്ചെടുക്കാൻ ഒക്കത്തില്ല. അവർ വന്ന് അവരുടെ ആ വാർത്ത ജനത്തെ അറിയിച്ചപ്പം ജനം മുഴുവൻ നിന്ന് എന്തോ ചെയ്തു? കരഞ്ഞു. നിങ്ങൾ എന്തിനാ കരയുന്നേ? കരയണ്ട, പോകണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ പുറത്ത് എന്തോ ഇല്ല, വിശ്വാസം ഇല്ല, കാര്യം കഴിഞ്ഞു. നമ്മൾ അത്രയും ഇതിന് കനം കൊടുക്കുന്നില്ല, ദൈവത്തിലുള്ള ആ വിശ്വാസം അല്ലെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന് നമ്മൾ അതിന് അത്രയും വിലയും കൊടുക്കുന്നില്ല. ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞങ്ങളിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഇന്ന് ചെറുപ്പക്കാർ കല്യാണത്തിൻ്റെ സമയം വരുമ്പോൾ അവർ പറയുന്നേ, ഇപ്പം വേണ്ട, എന്താ, എനിക്ക് ജോലിയും പഠിത്തവും കാര്യങ്ങളെല്ലാം. ഇന്നലെയും ഒരു കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ അവളോട് ചോദിച്ചു, കല്യാണത്തിന് ചെറുക്കനുണ്ട്? ഇല്ല, ഞാനിപ്പോൾ PhD ചെയ്യുക, സോ ഇപ്പോൾ ഉടനെ കല്യാണം വേണ്ട. ഞങ്ങൾ പറഞ്ഞു, ഓക്കെ വേണ്ട, പക്ഷെ നാളെ നീ വന്നേക്കല്ലേ എൻ്റെ മുമ്പേ, എനിക്ക് കല്യാണത്തിന് ആരെങ്കിലും ഉണ്ടോ എന്ന്. നീ PhD പഠിക്കുന്നത് എന്തിന്? നിനക്ക് ആദ്യമേ നിന്റെ കുടുംബജീവിതം ഇല്ലയോ? ഈ PhD ചെയ്തിട്ട് നിന്റെ കുടുംബജീവിതത്തിന് വല്ല പ്രയോജനം ഉണ്ടാവും? ഒടുവിൽ വരുമ്പോൾ നീ കല്യാണം കഴിച്ച് നിനക്കൊരു കൊച്ചുണ്ടാവും. നിനക്ക് പിന്നെ PhD അല്ല, ഈ കൊച്ചിനെ വളർത്തണം. ഇന്ന് ചെറുപ്പക്കാർക്ക് കുടുംബജീവിതം അല്ല പ്രാധാന്യം, അവർക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, ജോലി ചെയ്യണം, അതാ. അതുകൊണ്ട് അവർ പഠിക്കുക, ജോലി ചെയ്യുക. കല്യാണത്തിൻ്റെ ടൈം ആകുമ്പോൾ വേണ്ട വേണ്ട, നാളെ നീ അനുഭവിച്ചോണം, പിന്നെ കരഞ്ഞിട്ട് കാര്യം ഇല്ല. ഇന്ന് കല്യാണത്തിൻ്റെ മാർക്കറ്റ് നോക്കിയാൽ അത്ഭുതപ്പെടും. എത്ര ഡിവോഴ്സ് കേസസാണ്. മലയാളികളുടെ കാര്യം പറയുക, ചിലത് ഓൾറെഡി മാട്രിമോണിയൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്, വെയിറ്റിംഗ് ഡിവോഴ്സ്. ഡിവോഴ്സ് നടന്നിട്ടില്ല, പക്ഷെ ഓൾറെഡി ഡീറ്റെയിൽസ് എവിടെ ഇട്ടിട്ടുണ്ട്? മാട്രിമോണിയൽ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ചിന്തിച്ചേ, ഇതെങ്ങോട്ട് പോവുക? സോ വിഷയം കല്യാണമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാ? സോ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ, മിസ്രൈമിൽ നിന്ന് അവർ യാത്ര തിരിച്ചു, പക്ഷെ എവിടെ എത്താൻ കഴിഞ്ഞില്ല. എന്താ? ദൈവത്തിൽ എന്തോ ഇല്ല. സോ യാത്ര തിരിച്ചിട്ട് പ്രയോജനം എന്താ? ഇത്രയും യാത്ര ചെയ്തിട്ടും പ്രയോജനം എന്താ? അവസാനിച്ചത് എവിടെ? മരുഭൂമിയിൽ. കനാൻ നാട് കാണാൻ പോലും കഴിഞ്ഞില്ല. സോ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എല്ലാം മെയിനായിട്ടുള്ള നമ്മൾ ഈ പ്രാവശ്യത്തെ ക്ലാസ്, ഞാനും ദൈവമായിട്ടുള്ള അബന്ധം. എന്നെ ദൈവം സൃഷ്ടിച്ചത് എന്തിന്? ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിന്? ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിന്? സോ ഈ ബൈബിൾ ക്ലാസ് എന്തിനാ? നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാൻ. ഞാൻ പോകുന്ന ആ ഡയറക്ഷൻ ശരിയാണോ? ഒരു സമയമുണ്ടായിരുന്നു എല്ലാവർക്കും വെളി രാജ്യത്തിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് അമേരിക്കയിലുള്ള സ്ഥിതി, അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിലും സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതി വന്നു കഴിഞ്ഞു. ഞങ്ങളും കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ ചില മലയാളി അച്ചായന്മാരോട് പറഞ്ഞു, അച്ചായ ഗ്രീൻ കാർഡ് എന്താ എടുക്കാത്തത്? അല്ല സിറ്റിസൺഷിപ്പ് എന്താ എടുക്കാത്തത്? ഓ വേണ്ട, അവക്കുണ്ടല്ലോ.
എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരണം. അവർക്ക് ഉണ്ടല്ലോ, ഒരാൾ സിറ്റിസൺഷിപ്പ് എടുത്തു, മറ്റേയാൾക്ക് എന്തോ ഇല്ല. ഞങ്ങൾക്ക് OCI കാർഡ് ഉണ്ടല്ലോ, അത് മതി. ഇപ്പം എന്തായാലും നമ്മുടെ ഇടയ്ക്ക് ജോസ് ഇരിപ്പുണ്ട്. OCI കാർഡ് ഉണ്ടിട്ട് കാര്യമില്ല. സാഹചര്യം മാറി. ഇന്നിപ്പം ചെറുപ്പക്കാർക്ക് ന്യൂസിലൻഡിലും പോകണ്ട, ഓസ്ട്രേലിയയും പോകണ്ട, UK പോകണ്ട, അമേരിക്കയും പോകണ്ട, കാനഡയും പോകണ്ട. പോയവർ വെള്ളം കുടിക്കുക. ഇനി തിരിച്ചു വരുന്നത് എങ്ങനെ? വലിയ സന്തോഷത്തോടെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തത്. ഇനി അവിടെയും ജീവിക്കാൻ ഒക്കത്തില്ല, ഇവിടെ തിരിച്ചു വരാനും ഒക്കത്തില്ല. കാരണം ലക്ഷ്യം എന്തുമായിരുന്നു? എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയാൽ മതി. ദൈവഹിതമല്ല. സോ എൻ്റെ വിഷയം അമേരിക്ക പോകുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവഹിതത്തിനാണോ അതോ എൻ്റെ ഹിതങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളെയാണോ ഞാൻ മുമ്പ് വെച്ചിരിക്കുന്നത്? സോ ഇനി അടുത്തത്, ദൈവം ഒരു മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ച് ആക്കുന്നത് എപ്പോൾ? ഒരു കൊച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, ആ ഗർഭത്തിൽ ആ അത്ഭുതം നടക്കുന്ന ആ ക്ഷണം. ഇന്ന് എത്ര കുടുംബങ്ങളുണ്ട് അവർക്ക് സന്തതികളില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഒത്തിരി ബന്ധപ്പെടുന്നുണ്ട്, IVF-ഉം ബാക്കി ഒത്തിരി മരുന്നും കഴിക്കുന്നുണ്ട്, ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഗർഭത്തിൽ ദൈവമില്ലയോ അത്ഭുതം ചെയ്യേണ്ടത്? നമ്മൾ എത്ര ശ്രമിച്ചാലും ആ IVF-ൻ്റെ ആ സിസ്റ്റം നമ്മൾ നോക്കിയാൽ അവർ എത്ര ഫെർട്ടിലൈസേഷൻ അവർ ചെയ്യുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അകത്ത ആത്മാവ് വരുന്ന ആ നിമിഷം നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. ഞങ്ങളും അമ്മച്ചി കിടക്കുക, 11 മണിയായി. അമ്മച്ചിയുടെ 11 മണി വരെ ഞങ്ങൾ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു. വെള്ളം അകത്തോട്ട് പോവുക. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വെള്ളം അകത്തോട്ട് പോകുന്നില്ല. ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് വായ അമ്മച്ചി അടച്ചു. ഇപ്പം ടൈറ്റായി. ഞങ്ങൾ കയ്യിൽ ആ മറ്റേ ഒരു മീറ്ററുണ്ട്, അത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം. സോ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോഴും ജീവനുണ്ട്, ജീവനുണ്ട്, ജീവനുണ്ട്. പക്ഷെ ഏത് നിമിഷത്തിലാണ് പോയത്? നമ്മൾ ഒരു ഊഹം വെച്ചാൽ 11:20 എഴുതിയത്. കാരണം എക്സാക്റ്റ് നിമിഷം നമുക്ക് പറയാൻ, ആശുപത്രിയിലാണെങ്കിൽ ECG-യിൽ നമുക്ക് കാണാം ആ ലൈൻ. ഇത് വീട്ടിലാണ്. സോ ഏത് നിമിഷമാണ് പോയത്? ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞത്, ഏത് നിമിഷത്തിലാണ് ഞാൻ എൻ്റെ തുടക്കമുണ്ടായത് ആർക്കും പറയാൻ കഴിയത്തില്ല. അതാ ഏറ്റവും വലിയ അത്ഭുതം. അപ്പനമ്മ മുഖാന്തരം എനിക്കൊരു ശരീരം കിട്ടി, DNA, ക്രോമോസോംസ് ഇതെല്ലാം കിട്ടിയെങ്കിലും എൻ്റെ അകത്തുള്ള പ്രാണനും ആത്മാവും എൻ്റെ അപ്പനും അമ്മയെന്ന് കിട്ടിയത് അല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? എനിക്ക് ഈ ശരീരം, ക്രോമോസോംസും DNA-യും ബാക്കിയെല്ലാം എൻ്റെ അപ്പൻ അമ്മയെന്ന് കിട്ടി. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ അപ്പനോ അമ്മയുടെ ആ രൂപം, ആ ഫീച്ചേഴ്സ്. പക്ഷേ എൻ്റെ അകത്തുള്ള പ്രാണനും ആത്മാവും അപ്പനും അമ്മയുടെ അംശം അല്ല. അത് ദൈവത്തിൻ്റെ അംശവുമല്ല. ഹിന്ദു മതം പഠിപ്പിക്കുന്നത് നമ്മുടെ അകത്തുള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശമായതുകൊണ്ട് യോഗ ചെയ്ത് അകത്ത് ഉറങ്ങിപ്പോയ മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. അവൻ ഉറങ്ങിപ്പോയതാ. അതുകൊണ്ടാണ് അവർ യോഗ ചെയ്യുന്നത്. യോഗ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു എക്സസൈസ് തോന്നും, പക്ഷേ അത് എക്സസൈസ് അല്ല. ദുരാത്മാക്കളുമായിട്ടുള്ള ഒരു കളിയാണ് അത്. അവരുമായിട്ടുള്ള ആ ദുഷ്ടശക്തിയുമായിട്ടുള്ള ബന്ധമാണ്. സോ എൻ്റെ അകത്തുള്ള ആ ആത്മാവ് അത് ദൈവമല്ല, അതെൻ്റെ ആത്മാവ് ദൈവം സൃഷ്ടിച്ചതാ. അമ്മയുടെ ഗർഭത്തിൽ വരുമ്പോൾ ആ ക്ഷണം നമുക്ക് ആർക്കും അറിയത്തില്ല. അത് ദൈവം ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തി.
സോ ആ പ്രാണനും ആത്മാവും ദൈവത്തിൽ നിന്ന് കിട്ടി, ശരീരം അപ്പനമ്മയിൽ നിന്ന് കിട്ടി. നെക്സ്റ്റ്. ബലവാന്മാരെയും ജ്ഞാനികളെയും കുലീനന്മാരെയും ദൈവം ലജ്ജിപ്പിക്കുന്നത് ദൈവം തനിക്ക് വേണ്ടി ഒരു കൂട്ടത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രേഷ്ഠന്മാരായ അവരെ തിരഞ്ഞെടുക്കാതെ ബലഹീനരും ഭോഷന്മാരുമായവരെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അല്ലേ? അല്ലാതെ നമ്മുടെ നടപ്പിനാലാണ് അവർ ലജ്ജിക്കുന്നത് എന്ന് 1 കൊരിന്ത്യരിൽ പറയുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ നോക്കിയാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, ഞാൻ ദൈവ പൈതലായിരിക്കുമ്പോൾ എൻ്റെ മുമ്പേ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ മുമ്പേ ഇരിക്കുന്ന അംബാനിയാണ്, പൈസയുണ്ട്, പ്രൈം മിനിസ്റ്ററിനുള്ള അത്രയും സെക്യൂരിറ്റി ഇദ്ദേഹത്തിനുണ്ട്, അത്രയും സെക്യൂരിറ്റി, Z കാറ്റഗറി സെക്യൂരിറ്റി അംബാനിക്കുള്ളത്. സ്വന്തം പ്ലെയിനുകളാണ്, എത്ര കമ്പനീസാണ് ഉള്ളത്. എൻ്റെ പോലത്തെ ഒരു മനുഷ്യനാണ്. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. എവിടെ കമ്പയർ ചെയ്യാനാ? ഇത്രയും അധികാരമുണ്ട്. മോളുടെ കല്യാണത്തിന് പ്രൈം മിനിസ്റ്റർ വന്നു. എത്ര രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ പ്ലെയിനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്ലെയിനെ കയറി പോകുമ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തം പ്ലെയിനാണ്, കയറി അങ്ങ് പോവുക. സോ ഇദ്ദേഹത്തെ ലജ്ജിപ്പിക്കണമെങ്കിൽ ഞാൻ ഭോഷനായിരുന്നാൽ ഒക്കുമോ? ഭോഷൻ പറയുമ്പോൾ ഞാൻ ഇപ്പം നടക്കുന്ന പോലെ നടന്നാൽ ഇദ്ദേഹം എന്നെ എങ്ങനെയാ നോക്കുന്നേ? ഉദാഹരണം, ഫറവോന്റെ മുമ്പേ ദൈവം യോസേഫിനെ കൊണ്ടുവന്ന് നിർത്തിയേക്കുക. കാരാഗ്രഹത്തിൽ നിന്ന് വന്നതാ. ഫറവോന്റെ കൽപ്പന എന്തുവാ? എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയണം, അല്ലെങ്കിൽ എന്താ? കൊല്ലും. യോസേഫ് വന്നിക്കുക, എബ്രായനാ, വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ ആരും ഇല്ല. ഈ ഫറവോൻ യോസേഫിനോട് ആ അർത്ഥം എല്ലാം പറഞ്ഞപ്പം പറഞ്ഞതെന്താ? എൻ്റെ രഥവും എല്ലാം. അതെങ്ങനെ? യോസേഫ് ആര്? ഇവൻ്റെ കുടുംബം നോക്കിയാൽ ഇവൻ്റെ സ്വന്തം സഹോദരന്മാരില്ലേ ഇവനെ വഞ്ചിച്ചത്. ഇവന് പുകഴ്ചയായി പറയാൻ ഒന്നുമില്ല. പക്ഷെ ഇവൻ ആ ഫറവോൻ്റെ മുമ്പ് നിന്ന് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, അർത്ഥം മാത്രമല്ല ഇനിയും എന്തൊക്കെയാ ചെയ്യേണ്ടത് പറയുമ്പോൾ തന്നെ ഫറവോൻ പറയുന്നത്, എൻ്റെ എല്ലാം, എൻ്റെ സിംഹാസനം അല്ലാതെ ബാക്കിയെല്ലാം ആർ കൊടുത്തു? അതുപോലെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. പാട്ട് പാടിക്കൊണ്ടിരിക്കാനല്ല തിരഞ്ഞെടുത്തത്. എൻ്റെ നടപ്പ്, ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ ചിന്തിക്കുന്ന രീതി, ഞാൻ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഞാൻ എൻ്റെ ദുഃഖവും പ്രയാസം മറ്റവരോട് ചെന്ന് പറയുമ്പോൾ അതൊരു ലജ്ജയല്ലയോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ചിന്തിച്ചേ. ഇപ്പം എൻ്റെ മോൻ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ വന്ന് എൽഡോ പാസ്റ്ററോട് പറയുന്നത്, അത് എനിക്ക് എന്താ പറഞ്ഞേ? എനിക്ക് ലജ്ജയുടെ കാരണമാണോ? ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നിന്റെ വിഷയം നീ ഇവരോട് എന്തിനാ ചെന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ വിളി, എൻ്റെ തെരഞ്ഞെടുപ്പ്, എനിക്ക് എൻ്റെ വിളിയുടെ ആ ബോധ്യമുണ്ടോ? ഞാൻ ആര്? ഞാൻ എങ്ങനെ നടക്കേണ്ടിയവനാ? ഞാൻ ഏത് രീതിയിൽ ചിന്തിക്കേണ്ടിയവനാ? അത് ഞാൻ എന്തോ ചെയ്താൽ മതി. അതുകൊണ്ട് വായിച്ച വേദവാക്യം ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 1 അവിടെ എഴുതിയേക്കുന്ന ആ ഓരോ വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് 1:26 തൊട്ട് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ.
അവിടെ ആ വാക്ക് നോക്കിക്കേ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ആരെ തെരഞ്ഞെടുത്തു? ലോകത്തിൽ ഭോഷത്വമായത്. ആ ജ്ഞാനി അവൻ എന്നെ നോക്കുമ്പോൾ എനിക്ക് പഠിത്തമില്ലല്ലോ, എനിക്ക് വിവരവുമില്ല. പേര് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ടല്ലോ, നീ എത്ര വരെ പഠിച്ചു, എത്ര വരെ പഠിച്ചു, നിനക്ക് എത്ര അറിവുണ്ട്. അതുകൊണ്ടില്ലയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആൾക്കാർ അവരുടെ പേരിൻ്റെ കൂടെ തന്നെ അവരുടെ എന്തോ എഴുതും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നെയിം പ്ലേറ്റിൽ എന്തുവാ, റെവറൻഡ് മാത്രമല്ല, ഡോക്ടർ ആണെങ്കിൽ PhD MA ഇതെല്ലാം എഴുതും. കാരണം അത് എഴുതി നമ്മളോട് പറയുന്നത് എന്താ? അത് എഴുതി നമ്മളോട് അവർ എന്തുവാ പറയുന്നേ? എനിക്കെന്തോണ്ട്? പഠിത്തമുണ്ട്, ജ്ഞാനമുണ്ട്, അതാ അവർ പറയുന്നത്. മനുഷ്യത്വം ഉണ്ടോ അതൊരു വിഷയം അല്ല. ഞാൻ റെവറൻഡ്, ഞാൻ ഡോക്ടർ, ഞാൻ PhD, എനിക്ക് ബൈബിളിൽ MA ഉണ്ട്, DD ഉണ്ട്, BD ഉണ്ട്, ABCD പറഞ്ഞ് കുറേ ഡിഗ്രി ഉണ്ട്. നിനക്ക് ഇത്ര ഡിഗ്രി ഉണ്ടെങ്കിൽ നിനക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടോ? നിനക്ക് തിയോളജി അറിയാം. സോ എൻ്റെ വിഷയം ഡിഗ്രി അല്ല. ഈ ജ്ഞാനമുള്ളവനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ആരെ തിരഞ്ഞെടുത്തു? സോ ഭോഷനായ എന്നെ ദൈവം ഇരിക്കുമ്പോൾ എനിക്ക് ആ ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ എപ്പോഴും ഞാൻ എങ്ങനെയിരിക്കും? ഭോഷനായിട്ടേ ഇരിക്കത്തുള്ളൂ. ഭോഷനായി ഇരിക്കുവാനല്ല, സർവശക്തന്മായിട്ടുള്ള ആ ബന്ധം, ഞാൻ ദൈവമായിട്ടുള്ള ആ സമ്പർക്കം ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, എൻ്റെ പ്രവൃത്തി, അതിൻ്റെ താഴെ വായിച്ചേ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ബലഹീനമായവരെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഞാൻ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാ. നിങ്ങൾ ന്യൂസിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അംബാനി ഇവരൊക്കെ പോയി കുമ്പിടുന്നത് ഏതിൻ്റെ മുമ്പെയാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം അംബാനിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ദുർഗാ പൂജ, ഗണപതി പൂജയുടെ സമയത്ത് അവനും ഇരുന്ന് പൂജിക്കുക. അന്നേരം അതിൻ്റെ താഴെ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു, എടാ നിനക്ക് ഇത്രയും എല്ലാം ഉണ്ടായിട്ട് പിന്നെയും നീ പൂജിക്കുകയാന്നോടാ, പൂജ ഞങ്ങളില്ലയോ ചെയ്യേണ്ടത്? ഞങ്ങൾക്കൊന്നുമില്ല. നിനക്ക് ഇത്രയെല്ലാം കിട്ടിയിട്ടും നീ എന്തോ ചെയ്തോണ്ടിരിക്കുക? നീ എന്തിനാ ചെയ്യുന്നേ? ഈ പഠിത്തമുള്ള ഇവരൊക്കെ പഠിത്തമില്ലാത്ത സ്വാമിമാരുടെ മുമ്പേ കുമ്പിടുന്ന കണ്ടിട്ടുണ്ടോ? ചിലതൊക്കെ സ്കൂളിൽ പോലും പോയിട്ടില്ല. അവർ പറയുന്ന വിഡ്ഢിത്തരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ഭുതം തോന്നുന്നേ. ഒരുത്തനോട് ചോദിച്ചതാ, സൂര്യൻ ആദ്യമേ എവിടെ ഉദിക്കുന്നത്? സ്വാമിയാ, വലിയ സ്വാമിയാ. പറയുന്നത് നാഗാലാൻഡിലാ. എടാ നിന്റെ പോലൊക്കെ മുമ്പേ കുമ്പിടുന്നവരെ വേണമല്ലോ തല്ലാന്. പറയുക, എവിടെ ആദ്യമേ സൂര്യൻ ഉദിക്കുന്ന ഈ ഭൂമിയിൽ? നാഗാലാൻഡ്. അവന് പ്ലെയിൻ ഉണ്ട്, അവൻ ഹെലികോപ്റ്ററിലാണ് പോന്നേ. ഇവന്റെ മുമ്പേ നിന്ന് കുമ്പിടുന്നത് ആര്? പഠിത്തമുള്ളവർ, PhD ഉള്ളവർ, ഡോക്ടേഴ്സും എൻജിനീയേഴ്സും. ഒന്ന് നിന്ന് ചിന്തിച്ചേ, ദൈവത്തെ അറിയാത്തവൻ്റെ മുമ്പേ ഈ പഠിത്തമുള്ളവൻ കുമ്പിടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാ?
ആരാ? ജീവനുള്ള മന്ദിരമാണോ? ദൈവ പൈതലാണോ? ദൈവമായിട്ട് ബന്ധമുണ്ടോ? ദൈവത്തോട് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ടോ? ഞാൻ നടക്കുന്നത് എങ്ങനെ? എൻ്റെ വിഷയം അതാ. ഞാൻ നടക്കുന്നത് എങ്ങനെ? എൻ്റെ ചിന്ത എങ്ങനെ? ഇപ്പം ഞാൻ ജസ്റ്റ് ഞങ്ങളെക്കുറിച്ച് പറയാനല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതുകൊണ്ട് എമി ഇരിക്കുന്നു. അസുഖം അറിയാമല്ലോ വിൽക്കാറ് എല്ലാവർക്കും. എമിയെ കണ്ടുകൊണ്ട് ആൾക്കാർ അവർ പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസർ ഒന്നും ഇല്ലെന്നേ, ചുമ്മാ ഞങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുക. കാരണം അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. എമിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അവർ സ്വീകരിക്കണമെങ്കിൽ എമി അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അവർക്ക് സ്വീകരിക്കാം. ചിരിച്ചുകൊണ്ട് നടന്നാൽ അതിൻ്റെ അർത്ഥം എന്തോ ഇല്ല. ഇതാ ലോകത്തിൻ്റെ നിലപാട്. ഞങ്ങൾ ആരോടും പറയാൻ ആഗ്രഹിച്ചതല്ല ഇങ്ങനെ അസുഖമുണ്ടെന്ന്. പക്ഷെ നമ്മുടെ സഭയിലെ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിക്ക് ഇത് വിഷയം വന്നപ്പോൾ അന്നേരം ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളിക്കാരത്തിയോട് പറഞ്ഞതാണ്, ഇങ്ങനത്തെ ഒരു പ്രയാസമുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഓട്ടം തികഞ്ഞു വിശ്രമത്തിലേക്ക് പോയി. അത് നമ്മുടെ സഭയിലെ ഒരു വിശ്വാസിയോട് ആദ്യമേ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ മക്കളോടും പറഞ്ഞില്ല. ക്യാൻസറോ, ഒരു അസുഖം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം എന്തുകൊണ്ട്? നിങ്ങൾ പറയും പാസ്റ്ററിനെ അറിയത്തില്ല, അതുകൊണ്ടാണ് പാസ്റ്റർ ഇങ്ങനെ പറയുന്നത്. ചിലരെ ഉണ്ട്, അവരുടെ ഷുഗറിൻ്റെ കൗണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കുണ്ട്, എനിക്ക് 314 കൗണ്ട്. എൻ്റെ കാലിൽ ഫീലിങ്സ് ഇല്ല. എന്നാലും കർത്താവിൻ്റെ കൃപയാ. ഇതെല്ലാം ഞങ്ങളുടെ കഴിവല്ല. ഓരോ ദിവസം നടക്കാൻ ദൈവം എന്തോ ചെയ്യുന്നു? ബലപ്പെടുത്തുന്നു. ഇത് നിങ്ങളോട് പറയാൻ വേണ്ടി അല്ല ചെയ്യുന്നേ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്തിന്? ആ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ മരണഭീതി എന്തിനാ ഭയപ്പെടുന്നത്? ക്യാൻസറിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ എങ്ങനെ മരിക്കുന്നുണ്ട്? ഈ റോഡ് അപകടത്തിൽ മരിക്കുന്നുണ്ടോ? പറഞ്ഞേ, ക്യാൻസറിനെക്കാട്ടും കൂടുതൽ എങ്ങനെ ആൾക്കാർ മരിക്കുന്നേ? റോഡ് അപകടം. പക്ഷെ നമ്മൾ വണ്ടി കയറുന്നുണ്ടല്ലോ, ഇല്ലേ? നമ്മൾ ഏത് ധൈര്യത്തോടെ വണ്ടിയിൽ ഓടുന്നേ? സോ ക്യാൻസർ കേട്ടപ്പം നമുക്ക് ഭയം. നീ ഒരു ദൈവ പൈതലാണോ? നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ വ്യാകുലമാകുന്നത്? ഒരു ദൈവം വെച്ചിരിക്കുന്ന സമയത്തിൻ്റെ മുമ്പേ വല്ലതും സംഭവിക്കുമോ? പറഞ്ഞാട്ട് സംഭവിക്കുമോ? ഇല്ലല്ലോ. ഈ വചനത്തെ ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാമോ? പറഞ്ഞാട്ട് നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഈ വചനത്തെ നമ്മൾ എന്തോ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ സ്വീകരിക്കാത്തോണ്ട് നമുക്കാകെ ഒരു പ്രയാസം. ഞങ്ങളും കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു സ്ഥലം വേണം ക്ലാസ് നടത്താൻ വേണ്ടി. നോർത്ത് ഇന്ത്യ എല്ലായിടത്തും പോയി, ഒത്തിരി അടുത്ത് തപ്പി. ചിലയിടത്തൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഏക്കറിന് 60 ലക്ഷം. ഞാൻ പറഞ്ഞു സാരമില്ലെന്നേ. ചിലർ പറഞ്ഞു 45. ഞാൻ പറഞ്ഞു സാരമില്ല, പ്രാർത്ഥിക്കാം, ദൈവഹിതമാണെങ്കിൽ. അന്നേരം ആൾക്കാർ എന്നെ നോക്കി ചിന്തിക്കുന്ന എൻ്റെ കോടിക്കണക്കിന് പൈസയുണ്ട്. അതുകൊണ്ടാണ് ഈ ധൈര്യത്തോടെ അവിടെ നിന്ന് എന്തോ ചെയ്യുന്നേ? പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനറിയാം എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട്. ഞങ്ങൾ ഇതുവരെ ആരോടും ഞങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങിക്കാൻ പൈസ തരണം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. സോ ആ വിശ്വാസം വരുന്നത്, ആ പ്രാഗൽഭ്യം വരുന്നത്, അത് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടല്ല. ആ ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ എന്തോ ചെയ്യും? ബലപ്പെടുത്തുമല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടത്തെ നിങ്ങളുടെ കലക്ടർ എൻ്റെ ക്ലാസ്മേറ്റാ. ഒരു ഫോൺ വന്നതേ ഉള്ളൂ, എൻ്റെ ചിന്തയ്ക്ക് എന്തോ വന്നു? വ്യത്യാസം വന്നു. ഒരു ഫോൺ വന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം, അദ്ദേഹത്തെ ഒന്ന് കാണണം. കണ്ടില്ല, ജസ്റ്റ് ഒരു ഫോൺ വന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നോട് സംസാരിച്ചത് മനുഷ്യനല്ല, ആരാ?
എന്നെ സൃഷ്ടിച്ചവൻ എന്നോട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായി തന്നെ എന്ത് വരും? ആ ബലം, ആ പ്രാഗൽഭ്യം. സോ അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെ എഴുതിയേക്കുന്ന എന്താ? 28. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിന്റെ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാ? 29. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു വേണ്ടി. അംബാനിയെ, നീ മണ്ണ. അഡാനി, നീ പൊടിയ. നീ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, ചിലപ്പോൾ നീ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് ആയിരിക്കാം. പക്ഷെ എൻ്റെ നോട്ടത്തിൽ നീ ആര്? നീ പൊടിയ. അത്രേ ഉള്ളൂ. സർവശക്തന്റെ സന്നിധിയിൽ ഒറ്റ ജഡത്തിന് പ്രശംസിക്കാൻ ദൈവം. നീ ലോകത്തിൻ്റെ മുമ്പേ ട്രംപ് ആയിരിക്കും, പക്ഷെ എൻ്റെ മുമ്പേ വെള്ളത്തിൻ്റെ കുമിള മാത്രം. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. സോ നമ്മളും ദൈവസന്നിധിയിൽ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണോ? ഇപ്പം ഞങ്ങളും എമ്മിയുടെ ശരീരം, ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം നോക്കുമ്പോൾ ഇന്ന് ഞങ്ങളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രം. പുകഴുവാൻ ഒന്നുമില്ല. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയം, കർത്താവേ, നീ ഞങ്ങളോട് ഇത്രയും വിശ്വസ്തൻ എന്താ? ഞങ്ങളിൽ എന്തോ യോഗ്യതയുണ്ട്. പാട്ട് പാടാറുണ്ടല്ലോ. ആ പാട്ടേതാ? നീ എന്നെ മാനിക്കുവാൻ. അറിയാമോ ആ പാട്ട്? പാട്ട് നമ്മൾ പാടും, നല്ല ട്യൂണുണ്ട്. പക്ഷെ ഹൃദയത്തിൻ്റെ ആഴത്തു നാന്നോ? ദൈവം ഒരു വീട് തന്നു, മക്കളുടെ കല്യാണം നടന്നു. ഒരു ദൈവ പൈതൽ ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ, നീ എന്താ എന്നോട് ഇത്രയും വിശ്വസ്തനായിരിക്കുന്നത്? നീ എന്താ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? എനിക്ക് ഇനി അനുഗ്രഹങ്ങളൊന്നും വേണ്ട. അതാ ദൈവ പൈതലുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ആ വാഞ്ച. കിട്ടിയോ ആ പാട്ട്? പാട്ട് കിട്ടിയെങ്കിൽ ഒന്ന് പാടാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗദസമനയിലെ അതിവേദനയിൽ എന്നെയോർത്തു സഹിച്ചുവല്ലോ. ഗദസമനയിലെ അതിവേദനയിൽ എന്നെയോർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കൽവരി മലയും എന്നെയോർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കൽവരി മലയും എന്നെയോർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാൻ
യേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു മാന്യതയും പറയാനില്ലായേ ദയയൊന്നു മാത്രമേശുവേ ഒരു മാന്യതയും പറയാനില്ലായേ ദയയൊന്നു മാത്രമേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യത പറയാനില്ലായേ കൃപയൊന്നു മാത്രമേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രമേശുവേ അങ്ങേ സേവിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ അങ്ങേ സേവിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറവാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ സ്തോത്രം. നമ്മൾ പാടിയ പാട്ടിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റുപാടും പഠിത്തമുള്ളവരുണ്ട്, ജ്ഞാനമുണ്ട്, അവരുടെ കയ്യിൽ ധനമുണ്ട്, ബലമുണ്ട്, കഴിവുകളുണ്ട്. അവരുടെ മധ്യത്തിൽ നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ടാണ് നടക്കുന്നത്. അവരുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നാവിന്ന് വരുന്ന പാട്ടെന്താ? കൃപയാൽ കൃപയാൽ. മറ്റൊരു നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ കൃപ കൃപ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞങ്ങൾക്കൊരു കാര്യം നല്ലപോലെ അറിയാം, ഇത് ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല, ഞങ്ങൾ ഇതിന് യോഗ്യരല്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം.